ഹായ് ഗായ്സ്, ഇന്ന് നമുക്കൊരു വ്ലോഗ് കണ്ടാലോ? ഞാനും എൻ്റെ സിസ്റ്ററും ഉമ്മയും കൂടി ടൗണിലോട്ടൊന്ന് ഇറങ്ങുക. ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസൊക്കെ ചെയ്യാനുണ്ട്. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് നിൽക്കാൻ വന്ന ദിവസം ഇതേപോലെ വരുന്ന ദിവസം എല്ലാം എവിടെയെങ്കിലുമൊക്കെ പോവാതിരിക്കത്തില്ല കേട്ടോ. നിങ്ങളും അങ്ങനെയാണോ ഗൈസ്? അങ്ങനെ ഞങ്ങൾ പുറത്തോട്ടിറങ്ങി, ബസ്സിൽ കയറി. പുറത്തോട്ടിറങ്ങുന്നതിന് മുന്നേ നടന്നു വരുന്ന വഴിയെല്ലാം എവിടെ പോകണമെന്ന് ആലോചിക്കുമായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ ഫാഷൻ ഫാക്ടറി പോകാമെന്ന് പറഞ്ഞു. അവിടേക്ക് ബസ് കയറി, അവിടെ എത്തി. ഫാഷൻ ഫാക്ടറി എന്ന് പറയുന്ന ഷോപ്പിൽ എല്ലാം നമുക്ക് ഓഫറിൽ കിട്ടും, ഡ്രസ്സെല്ലാം. ഇപ്പം എന്തൊക്കെയോ കുറേ ഞാൻ പോയ സമയത്ത് എന്തൊക്കെയോ കുറേ ഓഫേഴ്സ് നടക്കുന്നുണ്ടായിരുന്നു. ഫ്ലാറ്റ് 50% ഓഫാണ്. ഓൾമോസ്റ്റ് എവറിത്തിങ്ങിനും ആ ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കറൻ്റ്ലി ഒരു ഓഫർ റൺ ചെയ്യുന്നുണ്ടായിരുന്നു. എക്സ്ചേഞ്ച് ഓഫറാണ്. നമ്മൾ പഴയ ഡ്രസ്സുകൾ കൊണ്ടുവരുമ്പോഴത്തേക്കിനും അതിനൊരു എക്സ്ചേഞ്ച് വാല്യൂ കിട്ടും. അപ്പം അതൊരു കൂപ്പൺ ഉപയോഗിച്ച് പുതിയ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അതിനകത്തൊരു 2-3 അവറോളം അതിനകത്ത് തന്നെ ഡ്രസ്സുകൾ തിരക്കി ഡ്രസ്സുകളൊക്കെ കണ്ടു. കുറേ ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. 199 രൂപ, 299 രൂപ, 399 രൂപ, 99 രൂപ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി ഓഫറുണ്ടായിരുന്നു. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അജിയോ ട്രെൻഡ്സ് അതിലൊക്കെ കിടക്കുന്ന ഡ്രസ്സുകളില്ലേ, ഓൾമോസ്റ്റ് അതാണ് എല്ലാം. സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നു ഇവിടെ ഇങ്ങനെ ഓഫർ ഇടുന്നത്. എന്താണെന്നറിയില്ല. നല്ല എല്ലാം ബ്രാൻഡഡ് സാധനങ്ങളാണ്, ബ്രാൻഡഡ് അല്ലാത്തൊന്നുമില്ല. വളരെ നല്ല കേട്ടോ. നല്ല നമുക്കിപ്പോൾ ട്രെൻഡ്സിൽ നിന്നൊക്കെ നമ്മൾ 1500 രൂപയ്ക്ക് വാങ്ങുന്നതൊക്കെ ഇവിടെ 500 രൂപയ്ക്ക് വാങ്ങിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്തോ ചെയ്യണം, ഏത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുക. ഇനി എവിടെ പോകണം എന്നാൽ പിന്നെ ഒന്നും കഴിച്ചില്ലായിരുന്നു ഞങ്ങൾ ഉച്ചയ്ക്ക്. എന്നാൽ പിന്നെ ഇത് കഴിക്കാൻ പോയാലോ, കഴിച്ചിട്ട് ചിന്നക്കടയിലൊന്ന് പോയാലോ എന്നും പറഞ്ഞ് ഞങ്ങൾ ബസ് കയറി നേരെ ചെന്നിറങ്ങിയത് ചിന്നക്കടയിലാണ്. ചിന്നക്കടയിൽ നിന്ന് പിന്നെ ഞങ്ങൾ സലീം ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. അതൊക്കെ മറന്നുപോയി കേട്ടോ വീഡിയോ എടുക്കാനായിട്ട്. ഇത് ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് എടുത്തതാണ്. പോകുന്ന വഴിക്ക് ഇങ്ങനെ ചിന്നക്കടയിൽ ഇങ്ങനെ സൈഡിലായിട്ട് കുറേ ഇങ്ങനെ കച്ചവടക്കാരുണ്ട്. അവിടെ നിന്ന് എൻ്റെ ഉമ്മ ഒരു കത്തിയാണോ ഇത്, ഒരു കത്തി പൊഴിക്കുന്ന സാധനം, അതിൻ്റെ വിലയൊക്കെ ചോദിച്ച് അതിന് 90-100 മറ്റോ എന്തോ പറഞ്ഞു. അങ്ങനെ പിന്നെ അത് തിരിച്ച് വെച്ചു. വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു വെക്കുന്ന കേട്ടോ ഇനി കാണുന്നത്. വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു വെച്ചു. അതിനുശേഷം പിന്നെ അവിടെ നിന്ന് നേരെ നടന്നു വന്നതും ഒരു പട്ടാസിൻ്റെ കട, മറ്റുള്ള എറിഞ്ഞു പൊട്ടിക്കുന്ന പട്ടാസില്ലേ, ആ പട്ടാസും കുറേ ദൈവത്തിൻ്റെ പടങ്ങളൊക്കെ വെച്ചിരിക്കുന്ന അപ്പൂപ്പനെ കണ്ടു. അവിടെ നിന്ന് എൻ്റെ അമ്മ 2 പട്ടാസും വാങ്ങി. ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് നേരെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ വന്നു. ഹൈപ്പർ മാർക്കറ്റിൽ വന്നപ്പോഴാണ് എൻ്റെ ഇത്താട മദറിനിലേക്ക് ഒരു സാരി എടുക്കണമെന്ന് വിളിച്ച് പറഞ്ഞത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു സാരി നോക്കാനായിട്ട് കല്യാണി കയറി. ഇപ്പോൾ ഞങ്ങൾ പോകുന്ന സെക്ഷനെല്ലാം 1000 ആ ഒരു റേഞ്ചിലുള്ള സാരികളാട്ടോ ഇട്ടേക്കുന്നത്. നല്ല കളക്ഷനുണ്ട്. കല്യാണിൽ സാരി അത്യാവശ്യം നല്ല കളക്ഷനുണ്ട്. അതിങ്ങനെ നോക്കി അവസാനം ഒരു സാരി സെലക്ട് ചെയ്തു. ഇതാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത സാരി. ഈ കളറ് അങ്ങനെ ഇല്ലാത്ത കളറാണ്. ബാക്കി ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറെല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ആ സാരി എടുത്തത് ഞങ്ങൾ ഹൈപ്പറിൽ കയറി. അവിടെ കുറേ ഓഫേഴ്സ് റൺ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തോ ഒരു വിശേഷ ദിവസമായിരുന്നു ഞങ്ങൾ കയറി ചെന്നത്. അപ്പം ഇങ്ങനെ എന്തൊക്കെയോ കുറേ ഓഫറുകളുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക അവർ വന്നിട്ട് ഞങ്ങളോട് വീഡിയോ എടുക്കല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ കട്ടാക്കി. അതിനുശേഷം ഞങ്ങൾ സാധനമെല്ലാം വാങ്ങി ഇറങ്ങി. ഉമ്മ ഇരുന്ന് ബില്ല് നോക്കുവാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ ഗൈസ്? വീട്ടിൽ നമ്മൾ സാധനം വാങ്ങി കഴിഞ്ഞിട്ട് ബില്ലിരുന്ന് ഇങ്ങനെ കറക്റ്റാണോ അല്ലയോ നോക്കൂ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി.